ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ട്. എന്നോട് ദൈവത്തിന് ആത്മാവ് പറയും, ചില വീടുകൾക്കകത്ത് അന്ധകാരം വാഴാൻ കൊതിക്കുക. ദൈവം പറയുക, അല്ല, നിന്റെ വീടിനകത്ത് അന്ധകാരത്തിന് കയറാനൊക്കാത്ത പ്രകാശം നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ ഓർമ്മ മണ്ഡലം, ചിന്താമണ്ഡലം, ബുദ്ധിമണ്ഡലത്തിനകത്ത് ആ വിളക്ക് തെളിയാൻ പോവുക. സ്തോത്രം, സ്തോത്രം. ഈ സ്തോത്രം, പഴയ നിയമത്തിൽ യാഗപീഠത്തിൽ എപ്പോഴും ഓർക്കണം, ഞാനീ പ്രസംഗിക്കുന്ന വെളിച്ചം മേളിൽ നിന്ന് ഇറങ്ങി വരണം. ആ തീ എവിടുന്ന് വരണം? പഴയ നിയമത്തിലൊക്കെ വായിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, യാഗപീഠത്തിൽ മേളിൽ നിന്ന് തീ ഇറങ്ങി വേണം യാഗപീഠത്തിൽ കത്താൻ. മേളിൽ നിന്ന് തീ ഇറങ്ങി വേണം യാഗപീഠത്തിൽ കത്താൻ. പ്രമാണം കൊടുക്കുക ലേവ്യ പുസ്തകത്തിലുണ്ട്. ഹാമി, ലേവ്യ പുസ്തകം 6-ാം അധ്യായം ഒന്നെടുത്തേ, 13-ാമത്തെ വാക്യം, 1-2 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കണം. അതുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ലേവ്യ പുസ്തകം, സ്തോത്രം, 6-ാം അധ്യായം 13-ാം വാക്യം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. ഈ യാഗപീഠത്തിൽ എന്ത് ചെയ്യണം? എപ്പോഴും തീ എന്ത് ചെയ്തോണം? കത്തിക്കൊണ്ടിരിക്കണം. 24 hours ഈ ദൈവമക്കളുടെ അകത്ത് ഈ തീ എന്തോ ചെയ്തുകൊണ്ടിരിക്കണം, ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. നിന്റെ വെളിച്ചം നിന്റെ അകത്തുള്ള കാലത്തോളം ഒരു ശത്രുവിന് നിന്നെ തകർക്കാൻ പറ്റുകയില്ല. ഒരാമയും പറഞ്ഞാട്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുത്തേ, ആ ലേവ്യ പുസ്തകം തന്നെ 9-ാം അധ്യായം എടുത്തേ, 24-ാമത്തെ വാക്യം വായിച്ചേ. സ്തോത്രം. ലേവ്യ പുസ്തകം 9-ാം അധ്യായം 24-ാമത്തെ വാക്യം. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. അപ്പൊ യാഗപീഠത്തിൽ തീ ഇറങ്ങിയത് എവിടുന്നാ? യഹോവയുടെ സന്നിധിയിൽ നിന്നാ. സ്തോത്രം. ബൈബിളിൽ വാക്യമുണ്ട്, മേളിൽ നിന്നുള്ള തീയെ എടുക്കാവൂ, അന്യാഗ്നി കത്തിക്കാൻ പാടില്ല. ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്റെ ഒരു തീ ഇവിടെ ഇറക്കരുത്, മേളിൽ നിന്നൊരു തീ ഇവിടെ ഇറങ്ങണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ദൈവത്തിന് സ്തോത്രം. ഈ ചിലർ അഭിഷേകം പ്രാപിക്കാത്ത ചിലർ പ്രാപിച്ചില്ല, നാണംകേടാന്നല്ലോ എന്ന് കരുതി എന്തേലുമൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, വലിയ ആരുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഈ അഭിഷേകം പ്രാപിച്ചവൻ്റെ മുഖത്തിൻ്റെ തേജസ്സും അന്യാഗ്നി കത്തിക്കുന്നവൻ്റെ മുഖത്തിൻ്റെ തേജസ്സും കണ്ടാലറിയാം. അപ്പം ഞാനൊരു പുള്ളിക്കാരൻ ഭയങ്കരമായ ആരാധന കണ്ടപ്പോൾ ഞാൻ ആ പുള്ളിയുടെ അടുക്ക ചെന്നപ്പോൾ പുള്ളി എന്തൊക്കെയോ മറുഭാഷകൾ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പുള്ളിയുടെ അടുക്കിലോട്ട് അങ്ങ് ഇരുന്നപ്പോൾ പുള്ളി ധന്വന്തരം, ധന്വഞ്ചരം, സഹചരാതി, ക്ഷീരബലം എല്ലാം എണ്ണയുടെ പേരാ. അവിടെ മിണ്ടുന്നില്ല. അപ്പം ഞാനിവിടെ എന്താ പറയാൻ പോകുന്നത്? ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞു പിടിപ്പിക്കരുത്. മേളിൽ നിന്ന് തീ ഇറങ്ങാതെ ഇത് പറയാൻ പറ്റുകയില്ല. ഒരു നല്ല ഹല്ലേലൂയ പറ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ദൂത് തരിക. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഈ ചിലയിടത്ത് ചിലർ ഈ വിവേചന വരവെന്ന് പറയുന്നത് ഭയങ്കരമാണ്. എന്തുവാ വിവേചന വരവെന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഒരാൾ തല കുലിക്കെന്ന് കരുതി ഭൂതമാകണമെന്നില്ല. പണ്ടൊരാൾ യോഗത്തിന് ഒരാളിരുന്ന് തല കുയ്യപ്പം ഒരു ഉപദേശിന്ന് തലേ കൈവച്ചു. അപ്പം വെച്ചു ചോദിച്ചു, നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആ പുള്ളിക്കാരത്തി പറഞ്ഞു 4 പേരുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം പോകണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി പറഞ്ഞു യോഗം കഴിഞ്ഞാൽ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളി വിട്ടില്ല. പിന്നെ പറഞ്ഞു ഇപ്പം പോകണമെന്ന് പറഞ്ഞു. പോകത്തില്ലെന്ന് പറഞ്ഞു. അല്ല ഇപ്പം പോകണമെന്ന് പറഞ്ഞു. ഇച്ചിരി കഴിയുമ്പോൾ പുള്ളിക്കാരത്തിയും ഭാര്യയും 2 പിള്ളേരും കൂടി എഴുന്നേറ്റ് പോയി. ഭൂതമല്ലായിരുന്നു. അവരോട് ചോദിച്ചു നിങ്ങൾ എത്ര പേരാ? 4 പേരാന്ന് പറഞ്ഞു. ഭർത്താവും 2 പിള്ളേരും. ഇപ്പം പോകണമെന്ന് പറഞ്ഞു. സ്തോത്രം. അവൻ പറഞ്ഞു യോഗം കഴിഞ്ഞാൽ പോകത്തുള്ളൂ. അവർക്ക് ഭൂതമൊന്നുമല്ല. അപ്പം ആരെയും തല കുലിക്കുക ഭൂതമാന്ന് ചിന്തിക്കരുത്. അവിടെ മിണ്ടുന്നില്ലല്ലോ. അതിന് വിവേചനപരം വേണം. പ്രവചനപരം പോലെ വ്യാഖ്യാനപരം വേണം. വ്യാഖ്യാനപരം മാത്രം പോലെ വിവേചനപരം വേണം. നല്ലൊരു ഹല്ലേലൂയ പറ. സ്തോത്രം. ഞാനിപ്പോഴും ഓർക്കുന്നൊരു വീട്ടിൽ ഒരിക്കൽ പോകേണ്ടതായ സാഹചര്യമുണ്ടായി. അവിടെ ഞാനവിടെ ചെന്ന് സോഫായിൽ ഇങ്ങനെ ഇരിക്കുക. അവിടുത്തെ അച്ചായന് ഞാനും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളിക്ക് വിളിച്ച് കുഞ്ഞമ്മേ പാസ്റ്റർ വന്ന് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. സ്തോത്രം. അപ്പോൾ അന്നേരം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചായ വരുന്നില്ല. 2 ചായ വരേണ്ട നേരം കഴിഞ്ഞു. സ്തോത്രം. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു സ്തോത്രം ചായയും നട്ട്സും സ്തോത്രം ഈ പിന്നെ ഈന്തപ്പഴമൊക്കെ വെച്ച് രാജാക്കന്മാരുടെ വീട്ടിൽ തള്ളിക്കൊണ്ട് വരുന്ന ഒരു വണ്ടിയും കൊണ്ട് വരിക.
ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, അച്ഛൻ്റെയൊക്കെ ഒരു ഭാഗ്യം, നിങ്ങൾ സഹകരിക്കണം. അടുക്ക വന്നിട്ട് ഇവർ ജഗ്ഗിനകത്തുനിന്ന് ചായ തരാൻ വേണ്ടി കപ്പും സോസറും എടുത്ത് കൈ പിടിച്ചു. എന്നിട്ട് ചായ തറയിലോട്ട് ഒഴിക്കുക. എന്നിട്ട് എന്നോട് പറയുക, നിന്നെ ഞാനിപ്പോൾ ചായ കുടിപ്പിക്കാടാ, നിന്നെ ഞാനിവിടെ ചിരിച്ചുകൊണ്ടിരുന്നു പറഞ്ഞു, പൂതങ്ങളുടെ ചായ ഞങ്ങൾ കുടിക്കത്തില്ലെന്ന് പറഞ്ഞു. അവിടെ മിണ്ടുന്നില്ല. ഇച്ചിരി നേരം കഴിയുമ്പോൾ ചായയും കപ്പും താഴെ വീണു. ചായക്കകത്ത് തന്നെ വീണ് കിടന്നു. ഉരുണ്ടിയപ്പോൾ അച്ഛൻ ചോദിക്കുക, എൻ്റെ കുഞ്ഞമ്മേ. ഞാൻ പറഞ്ഞു, മിണ്ടണ്ട, കുഞ്ഞമ്മയുടെ ദേഹത്ത് കുഞ്ഞപ്പനുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ. പോകാൻ നേരത്ത് ആ ഭൂതമൊക്കെ വിട്ടുപോയി കഴിഞ്ഞ് എന്നോട് പറയുക, പാസ്റ്റേ ഒന്ന് പ്രാർത്ഥിച്ചോണേ, 43 വർഷമായി കെട്ടിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഭൂതമില്ലാത്ത കുഞ്ഞമ്മയുടെ കൂടി ഒന്ന് ഉറങ്ങുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഓരോരുത്തരുടെ അവസ്ഥ കണ്ടോ? ഇങ്ങോട്ട് നോക്കാം, ഞാൻ പറയട്ടെ ദൂത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം, നിങ്ങളുടെ ശരീരത്തിൽ അന്ധകാരത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ദൂതിലോട്ട് വരിക, ദൂതിലോട്ട് കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിങ്ങളുടെ കുടുംബത്തിലെ വെളിച്ചം അണയാൻ അനുവദിക്കരുത്.